ഫുഡ് മുഖ്യം പിക്കില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞോളൂ, തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൈക്ക് എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെ ആദ്യത്തെ ദിവസമാണ്. രാവിലെ എല്ലാവരും എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇഡ്ഡലി, പോഹ, പൂരി ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവരും വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ആഗ്രയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെൽക്കം ടു പ്രവീസ് ഹാപ്പിനെസ്. 7 മണിന്ന് പറഞ്ഞിട്ട് 8 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ റെഡി, വിനേഷ് വന്നപ്പോഴേ ഞങ്ങൾ റെഡി ആയിക്കോ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുവോ. ആ എന്നിട്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞു നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാന്ന് പറഞ്ഞു. ഹായ് പച്ചക്കുടുംബം, ഫ്ലൂറസൻ കുടുംബം ഇറങ്ങി. അവൻ 6:30 വന്നിരിക്കുക. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ 12 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, ബൈ, സീ യു. താജ്മഹൽ കുട്ടികളെ സുന്ദരിയാക്കുന്ന സുന്ദരിയല്ല, സൺസ്ക്രീൻ മുഖ്യം. ഇന്നലെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് പോയ ടെമ്പോ ട്രാവലിൽ തന്നെയാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക്. അപ്പം നമ്മൾ ഉച്ചയാവും അവിടെ എത്താൻ. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്, കളിയും ചിരിയൊക്കെ ആയിട്ട് ചീരു ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഇരിക്കും. പറഞ്ഞോ, ഗുഡ് നൈറ്റ് പറഞ്ഞോ. ഡ്രൈവറോട് പറയൂല. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. കാണുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡ്രൈവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പുള്ളി പോകുന്ന വഴിക്കുള്ള ഒരു ധാബയിൽ നിർത്തി. അപ്പം നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ ഒരു ചായ മേടിച്ചതുകൂടി ഞങ്ങളുടെ എല്ലാം മൂഡ് പോയി. കാര്യം ചായ ഒന്നും കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ചായ മേടിച്ചിട്ട് ആർക്കും വേണ്ട, എങ്ങനെയോ കുടിച്ച് തീർക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ പൃഥ്വി അവിടെ നിന്ന് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാണ്ട് വന്നതുകൊണ്ട് അവന് പൂരി വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പൂരി മേടിച്ചു കൊടുക്കുവാണ്. അവനത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാമെന്നുള്ള പരിപാടി. അങ്ങനെ കുറേ ഓടി ഞങ്ങളിതേ ആഗ്രയിലെത്തി. എനിക്ക് ആക്ച്വലി വ്ളോഗിംഗ് ഒന്നും അറിയത്തില്ല. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കിതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആണല്ലോ. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരാള് ഒന്നില്ല ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരാൾ താജ്മഹലിന്റെ കുറെ ഒരു 1-2 കിലോമീറ്റർ ഇപ്പുറത്ത് മാത്രമേ നമ്മുടെ വണ്ടികൾ നിർത്തത്തുള്ളൂ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു വണ്ടി കയറി പോകണം, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണ്, അല്ലെങ്കിൽ നടന്നു പോകണം. കാര്യം പൊല്യൂഷൻ കാരണം താജ്മഹലിന്റെ അടുത്തോട്ടൊന്നും വണ്ടികളൊന്നും വിടത്തില്ല. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു വണ്ടി പിടിച്ചിട്ട് ഒരു ഗൈഡിനെയും കൂട്ടി. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഒരു സംഭവമല്ലേ, അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഗൈഡ് ഉള്ളത് നല്ലതെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഗൈഡിനെയും കൂട്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ വണ്ടിയിൽ ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിതേ താജ്മഹലിന്റെ എൻട്രൻസിലെത്തി. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തതുകൊണ്ട് അവിടുന്ന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. പക്ഷെ അവിടെ സെക്യൂരിറ്റി ചെക്കും ബാഗ് ചെക്കും ഒക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ്, നമ്മുടെ ട്രൈപോഡ് അങ്ങനത്തെ ഒന്നും കയറ്റത്തില്ല. മൊബൈൽ മാത്രമേ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. कॉलोनी के नाम से जाना था। इसकी 22 डोम है। ये 11 डोम फ्रंट साइड है और 11 इसके बैक साइड। सो टोटल 22 है। संकेत दिए कि ताजमहल ഇതാണ് നമ്മൾ താജ്മഹലിലോട്ട് കയറുന്ന ഒരു മെയിൻ എൻട്രൻസ്. ഇതൊരു പേരുണ്ട്, അതെനിക്ക് അറിയത്തില്ല. അങ്ങോട്ട് കയറുമ്പം തന്നെ ഭയങ്കര കൂളിംഗ് ആണ്, ഭയങ്കര തണുപ്പ്. അതിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ എ സിക്കകത്ത് കയറിയൊരു ഫീലാണ്. ഭയങ്കര അതിശയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ വെയിലും ഈ പുറത്തെ ചൂടും ഒന്നും നമ്മൾ അറിയുന്നില്ലായിരുന്നു അതിനകത്ത് കയറി നിൽക്കുമ്പോൾ.
അത് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ ആയിട്ട് ഇത്രയും പഴക്കം ഉണ്ടെങ്കിലും എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ. അതിലുള്ള ആ ഒരു കിളിവാതിൽ പോലത്തെ അതിൽ കൂടെ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ താജ്മഹൽ ശരിക്കും കാണാൻ പറ്റും. താജ്മഹലും അതിന്റെ 4 തൂണുകളും ഒക്കെ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടുന്ന് ദേ അങ്ങോട്ട് അകത്തോട്ട് കയറിയുമ്പം താജ്മഹൽ അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രൗഢിയോട് കൂടി സുന്ദരിയായിട്ട്. എന്തൊരു ഭംഗിയാന്നറിയോ. പെട്ടെന്ന് നമുക്ക് കാണുമ്പം വല്ലാത്തൊരു അനുഭൂതിയാണ് അതിങ്ങനെ കാണുമ്പം. അതും അതിന്റെ ഫ്രണ്ടിൽ ആ ഫൗണ്ടനും ഗാർഡനും എല്ലാം കൂടെ. താജ്മഹലിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും താജ്മഹൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിനടുത്തൊരു പള്ളിയും ഉണ്ട്. അപ്പം ആ ഗൈഡ് പറഞ്ഞെന്ന് വെച്ചാൽ താജ്മഹൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ശില്പികൾക്കൊക്കെ പുറത്തു പോയി ടൈം കളയാതിരിക്കാൻ വേണ്ടി നിസ്കരിക്കാനൊക്കെ പുറത്തു പോകണമല്ലോ. അപ്പം അങ്ങനെ പോയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാജഹാൻ അതിനുള്ളിൽ തന്നെ ഒരു പള്ളിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു. അതാണ് ആ പള്ളി. താജ്മഹലിന് അടുത്തെത്തിയപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. മാർബിളൊക്കെ നല്ല വൈറ്റ് കളറിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. താജ്മഹൽ ശരിക്കും പറഞ്ഞാൽ താജ്മഹൽ ഒറ്റയ്ക്കില്ല, താജ്മഹലും ആ 4 തൂണുകളും കൂടെ കാണുമ്പോഴാണ് അതിന്റെ ഭംഗി. അങ്ങനെ ഞങ്ങൾ ഇതേ താജ്മഹലിനകത്തോട്ട് കയറിയാണ്. ഇവിടം വരെ മാത്രമേ നമുക്ക് മൊബൈൽ ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അതൊന്നും അലൗഡ് അല്ല. അപ്പൊ അകത്ത് താജ്മഹലിനകത്ത് മുംതാസിന്റെയും ഷാജഹാന്റെയും ഖബറൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം ദേ ഇവിടെ നല്ല ഭംഗിയിട്ടുള്ള കൊത്തുപണികളിലുള്ള കുറേ ഇതൊക്കെ താജ്മഹലിന്റെ പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു അതിൽ ഭയങ്കര വിലപിടിപ്പുള്ള രത്നങ്ങളും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടാണ് അത് സ്റ്റോൺസും പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ അതൊന്നും അവിടെ ഇല്ല. അതൊക്കെ നമുക്ക് കാണാം ആ പാടൊക്കെ അവിടെ നിന്ന് ഇളക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ, അവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് കുറെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാമെന്നുള്ള പരിപാടിയിൽ അങ്ങനെ ഇരിക്കുവാണ്. താജ്മഹലിന്റെ ഫ്രണ്ടിൽ ആ ലാൻഡ്സ്കേപ്പും ആ ഗാർഡനും ഒക്കെ ഭയങ്കര ഭംഗിയാട്ടോ. ചൂടാണെങ്കിലും നമുക്ക് നല്ല കാറ്റും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല. പക്ഷെ വെള്ളം ഇതൊക്കെ അവിടെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കയറുമ്പോൾ എപ്പോഴും അത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കയറാൻ. പിന്നെ പുറത്തിറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇതൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവരത് ശ്രദ്ധിക്കണം. അതാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. താജ്മഹൽ കണ്ട് തിരിച്ചിറങ്ങി വിശന്ന് കൊഴിഞ്ഞു പോകുന്ന ഇതിനെ കുറച്ച് മുന്നേ പറഞ്ഞു. പുതിയതെന്തെങ്കിലും പറയൂ. ഇവിടെ അമ്മയും മോളും കൂടെ ബ്ലോഗിനുള്ള ട്രെയിനിങ് നടത്തുകയാണ്. മോൾ അമ്മയ്ക്ക് ഡയലോഗ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ആരൊക്കെ ഉണ്ട്? ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. താജ്മഹലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ആഗ്ര ഫോർട്ട് കൂടെ കാണണം എന്നുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ആഗ്ര ഫോർട്ട് ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിത് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി ആഗ്ര ഫോർട്ടിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ ദൂരം നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. അതിന് ഉള്ളിൽ കയറുമ്പോൾ അതിനേക്കാളും നമ്മൾ എന്ത് അത്ഭുതപ്പെട്ടു പോകും. എന്ത് രസമാണെന്നറിയോ ആഗ്ര ഫോർട്ട്. ആ കൺസ്ട്രക്ഷൻ തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ആഗ്ര ഫോർട്ടിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും താജ്മഹൽ കാണുന്ന രീതിയിലാണ് ആഗ്ര ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഷാജഹാന്റെ മോൻ ഈ ആഗ്ര ഫോർട്ടിനകത്ത് തടവിലാക്കിയിട്ടുണ്ടെന്നും അപ്പൊ അവിടെ നിന്നിട്ട് എന്നും ഷാജഹാന് ആഗ്ര ഫോർട്ട് കാണുന്ന രീതിയിലാണ് അത് പണിതേക്കുന്നതെന്നൊക്കെയാണ് ആ ഗൈഡ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അവിടെയും ഇതുപോലെ തന്നെ കേട്ടോ, ഭയങ്കര ഭംഗിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ആഗ്ര ഫോർട്ടും. അവിടെയും ഉണ്ടായിരുന്ന ഇതുപോലെ കുറെ പ്രഷ്യസ് സ്റ്റോൺസും ഇതൊക്കെ ഇംഗ്ലീഷുകാർ അടിച്ചുകൊണ്ട് പോയി. അതിൻ്റെയും അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാം. അതിൻ്റെ പാടൊക്കെ ഇളക്കി എടുത്തേക്കുന്ന പാടൊക്കെ അങ്ങനെ കാണാൻ പറ്റും.
പിന്നെ ഞങ്ങളിത് അത് കണ്ട് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് മധുര പോകണം, മധുര അമ്പലത്തിൽ കൂടെ പോകണമെന്നുണ്ടായിരുന്നു, മധുര ടെമ്പിൾ. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ആ പരിപാടി നടന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആ താജ്മഹൽ ഇറങ്ങി, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും കുറേ ലേറ്റായി. അപ്പോൾ ഞങ്ങൾക്കത് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് ഒന്ന് മൊത്തത്തിൽ കറങ്ങി നടന്നത്. കുറേ ഉണ്ട് കേട്ടോ കാണാൻ, കയറി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ട്. ആ പുറത്തിറങ്ങുമ്പം നമ്മൾ ആ വലിയൊരു കവാടമുണ്ട്, ആ കൊട്ടാരത്തിൻ്റെ ഒരു വാതിൽ. അതിൻ്റെ പുറത്ത് നമ്മുടെ ബാഹുബലിയിൽ കാണുന്ന ഒരു പാലമുണ്ട്. ബാഹുബലിയിൽ നമ്മൾ കാണുമല്ലോ, ശത്രുക്കൾ വരുമ്പം ആ പാലം ഇങ്ങനെ തുറന്നത് ശത്രുക്കളെ കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കുന്ന ഒരു കിടങ്ങൊക്കെ, അതൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോകാം.